രാമായണ മാസം 19-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെക്കേ സമുദ്രതീരത്ത് ദർഭ വിരിച്ചു കിടക്കുന്ന വാനരന്മാരെ കണ്ടിട്ട് മഹേന്ദ്രപർവ്വതത്തിന്റെ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പർവ്വതം പോലെ ഉന്നതമായ രൂപത്തോടു കൂടിയ ഒരു കഴുകൻ പതുക്കെ പുറത്തേക്ക് കടന്നു. നിരന്നു കിടക്കുന്ന വാനരന്മാരെ കണ്ടിട്ട് കഴുകന്മാരുടെ നായകൻ സന്തോഷത്തോടെ പറഞ്ഞു: ചിറകില്ലാത്ത എനിക്ക് ഇത്രയും ആഹാരം നൽകിയത് അത്ഭുതം തന്നെ. ആദ്യം മരിക്കുന്നതിനെ ഓരോ ദിവസവും സന്തോഷത്തോടെ ഭക്ഷിക്കാം. കഴുകന്റെ വാക്കുകൾ കേട്ട് ഭയന്ന വാനരന്മാർ പരസ്പരം ഇങ്ങനെ പറഞ്ഞു: പർവ്വതതുല്യനായ ഈ കഴുകൻ നമ്മയെല്ലാം പെട്ടെന്ന് കൊത്തി വിഴുങ്ങും. നാം എല്ലാം ഒരു കാര്യവുമില്ലാതെ മരിക്കാൻ പോകുന്നു. ഈശ്വര നിശ്ചയം ആർക്കും തടുക്കാൻ കഴിയുകയില്ല. നമുക്കൊരു കാര്യവും ചെയ്യാൻ കഴിഞ്ഞില്ല. കർമ്മദോഷം എന്നല്ലാതെ എന്തു പറയാൻ? രാമകാര്യം നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞില്ല. നമ്മുടെ സ്വാമിയായ സുഗ്രീവന്റെ ഇഷ്ടം ചെയ്തു കൊടുക്കാൻ കഴിയാതെ പോയി. ഇവൻ നിമിത്തം വെറുതെ മരിക്കേണ്ടി വന്നത് നാമെല്ലാം പാപികളായതുകൊണ്ടാണ്. പരിശുദ്ധനും ധർമ്മിഷ്ഠനുമായ ജഡായുവിന്റെ നന്മകൾ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. വർണ്ണിക്കാൻ കഴിയാത്ത അവന്റെ പുണ്യം മറ്റാർക്കെങ്കിലും കിട്ടുമോ? ശ്രീരാമകാര്യത്തിനു വേണ്ടി മരിച്ച അവൻ ശ്രീരാമന്റെ പാദപത്മങ്ങളിൽ തന്നെ ചെന്നു ചേർന്നു. പക്ഷീന്ദ്രനാണെങ്കിലും ഗരുഡവാഹനനായ വിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ അവന് മോക്ഷം ലഭിച്ചത് അത്ഭുതകരം തന്നെ. വാനരന്മാരുടെ സംഭാഷണം കേട്ട് സമ്പാദി ആനന്ദത്തോടെ അവരോട് ഇങ്ങനെ ചോദിച്ചു: എന്റെ കാതുകൾക്ക് അമൃത് പോലുള്ള വാക്കുകൾ പറഞ്ഞ നിങ്ങൾ ആരാണ്? അന്യോന്യം എന്താണ് പറയുന്നത്? എന്റെ അടുത്ത് വരുവിൻ, ആരും പേടിക്കേണ്ട. അത് കേട്ട അംഗദൻ ശ്രീരാമന്റെ പാദകമലങ്ങൾ ധ്യാനിച്ചുകൊണ്ട് സമ്പാദിയുടെ മുമ്പിലെത്തി ഇങ്ങനെ പറഞ്ഞു: സൂര്യവംശത്തിലെ ദശരഥ മഹാരാജാവിന്റെ മകനായ ശ്രീരാമനായി അവതരിച്ച മഹാവിഷ്ണു തന്റെ ഭാര്യയും സാക്ഷാൽ മഹാലക്ഷ്മിയുമായ സീതയോടും സഹോദരനായ ലക്ഷ്മണനോടും കൂടി അച്ഛന്റെ ആജ്ഞ അനുസരിച്ച് തപസ്സിനായി വനത്തിലെത്തി. ദുഷ്ടനായ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി. ശ്രീരാമനെയും ലക്ഷ്മണനെയും വേർപിരിഞ്ഞ സീതാദേവിയുടെ മുറവിളി കേട്ട് പെട്ടെന്ന് ആ നിശാചരനെ പക്ഷീന്ദ്രനായ ജഡായു തടഞ്ഞ് യുദ്ധം ചെയ്തു. പരവശനായ രാവണൻ ചന്ദ്രഹാസം കൊണ്ട് ജഡായുവിന്റെ ചിറകുകൾ വെട്ടിവീഴ്ത്തുകയും പക്ഷീന്ദ്രൻ നിലത്ത് പതിക്കുകയും ചെയ്തു. എന്റെ ഭർത്താവിനെ കണ്ട് സത്യമായ വൃത്താന്തം പറഞ്ഞതിന് ശേഷമേ നിനക്ക് മരണം സംഭവിക്കൂ എന്ന് ഭൂപുത്രിയായ സീത ജഡായുവിനെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്താൽ പക്ഷീന്ദ്രൻ ശ്രീരാമനെ കണ്ട് വൃത്താന്തമെല്ലാം അറിയിച്ചതിനു ശേഷം ശ്രീരാമനിൽ ലയിച്ച് മോക്ഷം പ്രാപിച്ചു. സൂര്യവംശജനായ ശ്രീരാമൻ സൂര്യപുത്രനായ സുഗ്രീവനുമായി അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തു. തുടർന്ന് ശ്രീരാമൻ ബാലിയെ വധിച്ച് രാജ്യം സുഗ്രീവന് നൽകി. വാനര രാജാവായ സുഗ്രീവൻ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് 4 ദിക്കിലേക്കും ഓരോ 1,00,000 വാനരവീരന്മാരെ അയച്ചു. ഞങ്ങൾ തെക്കേ ദിക്കിലേക്ക് തിരിച്ചു. രാക്ഷസ രാജാവായ രാവണനെ ഞങ്ങൾക്ക് ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല. 30 ദിവസത്തിനകം മടങ്ങിച്ചെന്നില്ലെങ്കിൽ സുഗ്രീവൻ ഞങ്ങൾക്ക് വധശിക്ഷ നൽകും. പാതാളം പോലുള്ള ഒരു സ്ഥലത്ത് അകപ്പെട്ടുപോയ ഞങ്ങൾ ദിവസങ്ങളോളം കടന്നുപോയതറിഞ്ഞില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് ദർഭ വിരിച്ചു കിടന്നപ്പോഴാണ് അങ്ങയെ ഭാഗ്യം കൊണ്ട് കണ്ടത്. സീതാദേവിയെ പറ്റി എന്തെങ്കിലും വിവരം അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇതാണ് ഞങ്ങളെ പറ്റിയുള്ള പരമാർത്ഥ വൃത്താന്തം എന്നറിഞ്ഞാലും. അംഗദന്റെ വാക്കുകൾ കേട്ട് വർദ്ധിച്ച സന്തോഷത്തോടെ സമ്പാദി പറഞ്ഞു: എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ് ജഡായു. ഞാൻ അവനെ പിരിഞ്ഞിട്ട് കുറച്ചു നാളുകളായി. അനേകായിരം വർഷത്തിന് ശേഷം ഇന്നാണ് എന്റെ സഹോദരനെ പറ്റി ഞാൻ കേൾക്കുന്നത്. നിങ്ങൾ എന്നെ അടുത്ത് വെള്ളത്തിനടുത്ത് കൊണ്ടുപോയി എന്റെ സഹോദരന് വേണ്ടിയുള്ള ഉദകക്രിയകൾ ചെയ്യുവിൻ. നിങ്ങൾക്ക് സീതാദേവിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. തുടർന്ന് വാനരന്മാർ സമ്പാദിയെടുത്ത് സമുദ്രതീരത്ത് കൊണ്ടിരുത്തി. കടലിൽ കുളിച്ച് സഹോദരന് വേണ്ടി ജലാഞ്ജലി നടത്തിയതിനു ശേഷം വാനരന്മാർ വീണ്ടും അവനെ എടുത്ത് സ്വസ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തി. അനന്തരം സമ്പാദി സീതയുടെ വൃത്താന്തം പറഞ്ഞു തുടങ്ങി. സമുദ്രമധ്യത്തിൽ വളരെ പൊക്കമുള്ള ത്രികുടാചലത്തിന്റെ മുകളിൽ ലങ്ക എന്നൊരു നഗരമുണ്ട്. അവിടെയുള്ള അശോകവനത്തിൽ രാക്ഷസിമാരുടെ മധ്യത്തിലാണ് സീതാദേവി ഇരിക്കുന്നത്. ഇവിടെ നിന്ന് 100 യോജന അകലെയാണ് അവിടം. ഞാൻ കഴുകനായതുകൊണ്ട് എനിക്ക് ആ സ്ഥലം നന്നായി കാണാൻ കഴിയും. സമുദ്രം കടന്ന് അവിടെ എത്തുന്നവന് ഭൂപുത്രിയായ സീതയെ കണ്ടുവരാൻ കഴിയും. എന്റെ സഹോദരനെ കൊന്ന ദുഷ്ടനെ ഏതു വിധവും കൊല്ലണം. എന്നാൽ എനിക്ക് ചിറകില്ലല്ലോ. നിങ്ങൾ വളരെ പ്രയത്നിച്ച് ഈ സമുദ്രം തരണം ചെയ്യണം. പിന്നീട് ശ്രീരാമൻ രാവണനെ വധിക്കും. ഇതാണ് ഇതിനുള്ള വഴി. 100 യോജന വിസ്തൃതമായ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതയെ കണ്ട് എല്ലാ വിവരവും അറിയിച്ചതിനു ശേഷം ഇക്കരെ എത്താൻ എന്തു ചെയ്യണമെന്ന് നമുക്കൊരുമിച്ച് ആലോചിക്കാമെന്ന് വാനരന്മാർ പരസ്പരം പറഞ്ഞു. സമ്പാദി തന്റെ പൂർവകഥ വാനരന്മാരോട് പറഞ്ഞു. പണ്ടെന്റെ സഹോദരനായ ജഡായുവും ഞാനും കൂടി വേഗവും ശക്തിയും പരീക്ഷിക്കുന്നതിന് വേണ്ടി അഹങ്കാരത്തോടെ മേലോട്ട് പറന്നു. സൂര്യമണ്ഡലത്തോളം എത്തിയപ്പോൾ സൂര്യരശ്മികളേറ്റ് ഞങ്ങൾ തളർന്നു. അനുജന്റെ ചിറകുകളിൽ തീപിടിച്ചത് കണ്ട് അവനെ രക്ഷിക്കാൻ അവന്റെ മുകളിൽ ഞാൻ ചിറകുകൾ വിരിച്ചു. ചിറകുകൾ കരിഞ്ഞ് ഞാൻ ഭൂമിയിൽ വീണു.
ചിറകുകളോടെ അനുജനും നിലംപതിച്ചു. പക്ഷികൾക്ക് ആശ്രയം അവയുടെ ചിറകുകളാണല്ലോ. ഇന്ത്യ പർവ്വതത്തിനു മുകളിൽ അന്ധനായി വീണ ഞാൻ അവിടെ 3 ദിവസം കിടന്നു. ജീവൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഉണർന്നു. നോക്കിയപ്പോൾ എനിക്ക് ചിറകുകൾ നഷ്ടമായിരിക്കുന്നു എന്ന് മനസ്സിലായി. ദേശവും ദിക്കുമറിയാതെ പരിഭ്രാന്തനായ ഞാൻ ഭാഗ്യനിമിത്തൻ നിശാകരൻ എന്ന താപസന്റെ പുണ്യാശ്രമത്തിലെത്തി. മുമ്പ് എന്നെ അറിയാമായിരുന്നതുകൊണ്ട് മഹർഷി ചോദിച്ചു, സമ്പാദി, നീ ഇങ്ങനെ വിരൂപനാകാൻ കാരണമെന്ത്? ആരാണിത് ചെയ്തത്? വലിയ ശക്തനായ നിന്റെ ചിറക്ക് എങ്ങനെയാണ് കരിഞ്ഞു പോയത്? അത് കേട്ട് എന്റെ കഥ മുഴുവൻ ഞാൻ മുനിയോട് പറഞ്ഞു. വീണ്ടും തൊഴുതുകൊണ്ട് ഞാൻ അപേക്ഷിച്ചു, എന്റെ ചിറകുകൾ നശിച്ചുപോയി. ഇനി ജീവിക്കുന്നതിന് എനിക്കൊരു ഉപായം പറഞ്ഞു തരണം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ദയാപൂർവം മഹാമുനി പറഞ്ഞു, രാക്ഷസ നായകനെ വധിച്ച് ഭക്തന്മാർക്ക് മോക്ഷം നൽകുന്നതിന് വേണ്ടി ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ദശരഥപുത്രനായി ഭൂമിയിൽ അവതരിക്കും. അദ്ദേഹം ദണ്ഡകവനത്തിൽ കഴിയുന്ന കാലത്ത് ക്രൂരനായ രാവണൻ ലക്ഷ്മീദേവിയായ സീതയെ സമർത്ഥരായ രാമലക്ഷ്മണന്മാർ അവിടെ നിന്ന് അകലപ്പോയ തക്കം നോക്കി മായ പ്രയോഗിച്ച് കട്ടുകൊണ്ട് ലങ്കയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ സീതാദേവി അന്വേഷിക്കാൻ വാനര രാജാവായ സുഗ്രീവന്റെ ആജ്ഞയനുസരിച്ച് വാനര സമൂഹം ദക്ഷിണ സമുദ്രത്തിന്റെ തീരത്ത് വരും. അവിടെ വെച്ച് വാനരന്മാരുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടാകും. നീ ദയാപൂർവം വാനരന്മാർക്ക് സീത വസിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നിനക്ക് പുതിയ ചിറകുകൾ മുളച്ചു വരും. അതിന് സംശയം വേണ്ട. പണ്ട് നിശാകരമുനി ഇപ്രകാരം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, പുത്തനായി ചിറകുകൾ മുളച്ചിരിക്കുന്നു. അത്ഭുതം തന്നെ. വളരെ നന്നായി. ഉത്തമരായ മുനിമാരുടെ വാക്കുകൾ സത്യമല്ലാതാവുകയില്ല. ശ്രീരാമ കഥാമൃതത്തിന്റെ മഹാത്മ്യം ആർക്കും ചിന്തിച്ചറിയാൻ കഴിയുന്നതല്ല. രാമനാമമാകുന്ന അമൃതൻ തുല്യമായി മറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് മേൽക്കുമേൽ നന്മ വരട്ടെ. സീതയെ കണ്ടെത്താൻ ഇടവരട്ടെ. അതിനുവേണ്ടി ഇന്ന് തന്നെ സമുദ്രം തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ശ്രീരാമനാമസ്മരണയാൽ എല്ലാവരും സംസാര സാഗരത്തെ തരണം ചെയ്യുന്നു. ശ്രീരാമന്റെ പത്നിയെ കണ്ടെത്താനായി പോകുന്ന രാമഭക്തരായ നിങ്ങൾക്ക് ഈ കടൽ കടക്കാൻ ഒരു വിഷമവും ഉണ്ടാവുകയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രേഷ്ഠനായ സമ്പാദി ആകാശത്തിലൂടെ പറന്നു മറഞ്ഞു. അനന്തരം വാനരന്മാർ കൗതുകപൂർവ്വം ഉഗ്രങ്ങളായ വലിയ മുതലകളുടെ കൂട്ടം കൊണ്ട് ഭയങ്കരമായ സമുദ്രം മുമ്പിൽ കണ്ടിട്ട് പരസ്പരം പറഞ്ഞു, എങ്ങനെയാണ് നാം ഈ സമുദ്രം കടക്കുന്നത്? ഒരിടത്തും മറുകര കാണാനില്ല. കവികളെ, ചെയ്യാൻ കഴിയാത്ത കാര്യം ആലോചിച്ച് ദുഃഖിച്ച് മരിക്കുന്നതെന്തിന്? അപ്പോൾ അംഗദൻ വാനര നായകന്മാരോട് പറഞ്ഞു, ശക്തിയും പരാക്രമവും വേഗവുമുള്ള ശൂരന്മാരല്ലേ നിങ്ങൾ എല്ലാവരും. അതിനാൽ ഇക്കാര്യം ചെയ്യാൻ കഴിവുള്ളവൻ മുമ്പോട്ട് വന്ന് എന്നോട് പറയണം. അയാളായിരിക്കും നമ്മുടെയെല്ലാം ജീവൻ രക്ഷിക്കുന്നത്. രാമലക്ഷ്മണന്മാരുടെയും സുഗ്രീവന്റെയും ദുഃഖമില്ലാതാക്കി അവരെ രക്ഷിക്കുന്നതും അവനായിരിക്കും. അംഗദൻ പറഞ്ഞത് കേട്ട് വാനരന്മാർ അന്യോന്യം നോക്കി. ആരും ഒന്നും പറഞ്ഞില്ല. വീണ്ടും അംഗദൻ അവരോട് പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ ബലത്തെപ്പറ്റി ആലോചിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയണം. അത് കേട്ട് ഒരു വാനരൻ പറഞ്ഞു, ഞാൻ 10 യോജന ചാടാം. വേറൊരു വാനരൻ, ഞാൻ 20 യോജന ചാടാം. മറ്റൊരുത്തൻ 30 ചാടാം. തുടർന്ന് 40 ചാടാം, 50 ചാടാം, 60 ചാടാം, 70 ചാടാം. ഞാൻ 90 വരെ ചാടാം. കടൽ 100 യോജനയുണ്ടല്ലോ. ഈ സമുദ്രം കടക്കാൻ ഇക്കൂട്ടത്തിൽ ഒരു വാനര വീരനും കഴിയുകയില്ല എന്നിങ്ങനെ പല വാനരന്മാരും പറഞ്ഞു. ഇതെല്ലാം കേട്ട ജാമ്പവാൻ പറഞ്ഞു, പണ്ട് മായാരൂപം ധരിച്ച് ത്രിവിക്രമനായ മഹാവിഷ്ണു 3 ലോകവും 3 ചുവട് കൊണ്ട് അളന്നെടുത്തപ്പോൾ യുവാവായിരുന്ന ഞാൻ പെരുമ്പറ മുഴക്കിക്കൊണ്ട് 21 തവണ ഭൂമിയെ ചുറ്റി വിഷ്ണുവിനെ സ്തുതിച്ചു. ഇന്ന് ഞാൻ വൃദ്ധനായിരിക്കുന്നു. ഈ ലവണസമുദ്രം കടക്കാൻ പോലും എനിക്ക് ശക്തിയില്ല. 10 നിമിഷം കൊണ്ട് അസുരശത്രുവായ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തവനാണ് ഞാൻ. കാലസ്വരൂപനായ ഭഗവാന്റെ ലീലകൾ അത്ഭുതകരങ്ങൾ അത്രേ. ബ്രഹ്മപുത്രനായ ജാമ്പവാന്റെ വാക്കുകൾ കേട്ടിട്ട് അംഗദൻ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് ചാടാൻ കഴിയും. അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാൻ പ്രയാസമാണ്. മറ്റാർക്കും കഴിയുകയില്ല. അങ്ങേക്ക് ഇത് കഴിയും. എന്നാൽ വൃദ്ധനായ അങ്ങേ ഭൃത്യന്മാർ അയക്കുകയില്ല. അവരിൽ ആർക്കെങ്കിലും ഇതിന് കഴിയുമോ? ആരുമില്ലെങ്കിൽ ഉപവസിച്ച് നാമെല്ലാം മരിക്കുന്നതാണ് നല്ലത്. അംഗദൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ജാമ്പവാൻ പറഞ്ഞു, എന്താണ് വായുപുത്രനായ ഹനുമാൻ ഒന്നും പറയാതെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? ഉത്സാഹമില്ലാതെ ഇരിക്കുകയാണോ? ഇക്കാര്യത്തിന് യോഗ്യനായി നീ ഒഴിച്ച് മറ്റാരെയും ഞാൻ കാണുന്നില്ല. ശ്രീ പാർവതിയുടെ ഗർഭത്തിൽ ജനിച്ച സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ ബീജമാണ് നീ. മാത്രമല്ല വായുപുത്രൻ കൂടിയാണ്. വായുവിനെ പോലും ബലവും വേഗവും നിനക്കുണ്ട്. കേസരിയെ കൊന്ന് ദുഃഖമില്ലാതാക്കിയ കേസരി എന്ന വാനര നായകന് അഞ്ജനയിൽ പിറന്ന സത്വഗുണ പ്രധാനനാണ് നീ. അഞ്ജനയുടെ ഗർഭത്തിൽ നിന്ന് നീ ഭൂമിയിൽ ജനിച്ചു വീണ മാത്രയിൽ തന്നെ 500 യോജന നീ മേൽപോട്ട് ചാടിയ കഥയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദിച്ചു പൊങ്ങുന്ന തുടുതുടുത്ത സൂര്യബിംബം കണ്ട് പഴമാണെന്ന് കരുതി ഭക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് നീ നിലത്ത് വീണു. ദുഃഖിതനായ വായുദേവൻ നിന്നെയും എടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് പോയി. അപ്പോൾ ത്രിമൂർത്തികളും 33 കോടി ദേവന്മാരും ബ്രഹ്മപുത്രനായ നാരദൻ തുടങ്ങിയ
ദേവർഷികളും പ്രത്യക്ഷപ്പെട്ട് പ്രളയകാലത്ത് പോലും നിനക്ക് മരണമുണ്ടാവുകയില്ല, ഈ വരത്തിന് ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് നിന്നെ അനുഗ്രഹിച്ചു. വേദപൊരുളായ ദേവന്മാർ പറഞ്ഞു, വജ്രമേറ്റ് താടിയെല്ലിന് മുറിവേറ്റത് കൊണ്ട് ഇവന്റെ പേര് ഹനുമാൻ എന്നായിരിക്കും. ഈ കഥകളെല്ലാം എനിക്കറിയാം. ഈ ചരിത്രമെല്ലാം നീ മറന്നുപോയോ? ശ്രീരാമൻ സീതയ്ക്ക് നൽകാൻ അങ്കുലിയവും നിന്റെ കയ്യിലല്ലേ തന്നത്? അതെന്തിനാണെന്ന് നീ ആലോചിച്ചോ? നിന്റെ ബലവീര്യത്തെ വർണ്ണിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയുകയില്ല. ജാമ്പവാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഹനുമാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ബ്രഹ്മാണ്ടം മുഴുവൻ കുലുങ്ങത്തക്കവണ്ണം സന്തോഷപൂർവ്വം സിംഹനാദം മുഴക്കിയിട്ട് പണ്ട് വാമനമൂർത്തി വളരുന്നത് പോലെ പർവ്വത രൂപത്തിൽ വളർന്നു നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഈ സമുദ്രം ചാടിക്കടന്ന് നിമിഷ നേരം കൊണ്ട് ലങ്കാപുരി ചുട്ടുഭസ്മമാക്കി രാവണനെ വംശത്തോടെ നശിപ്പിച്ചിട്ട് ദേവിയെയും കൊണ്ട് മടങ്ങിയെത്തും. അല്ലെങ്കിൽ രാവണനെ ബന്ധിച്ച് ഇടത് കൈയിലും ലങ്കാനഗരത്തെ ത്രികൂടപർവ്വതത്തോടെ വലത് കൈയിലും എടുത്തുകൊണ്ടുവന്ന് ശ്രീരാമദേവന്റെ മുമ്പിൽ വെച്ച് തൊഴാൻ അദ്ദേഹത്തിന്റെ അങ്കുലിയം എന്റെ കയ്യിലുള്ളതിനാൽ എനിക്ക് കഴിയും. ഹനുമാന്റെ വാക്കുകൾ കേട്ട് വർദ്ധിച്ച സന്തോഷത്തോടെ ബ്രഹ്മപുത്രനായ ജാമ്പവാൻ പറഞ്ഞു: നീ പോയി ദേവിയെ കണ്ടിട്ട് വരൂ. രാവണനെ എതിർക്കുന്നത് പിന്നെയാവാം. രാവണനെ ശ്രീരാമൻ കൊല്ലും. ആ സമയത്ത് നിന്റെ പരാക്രമം പ്രകടിപ്പിക്കാം. ആകാശമാർഗത്തിലൂടെ പോകുന്ന നിനക്ക് ഒരു തടസ്സവും വരില്ല. മംഗളം ഭവിക്കട്ടെ. വായു ഭഗവാനും നിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ശ്രീരാമകാര്യത്തിനു വേണ്ടിയാണല്ലോ നീ പോകുന്നത്. വേഗം പോയി വരൂ എന്ന് വാനര സമൂഹം ഹനുമാനെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഹനുമാൻ പെട്ടെന്ന് മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ കയറി സർപ്പശത്രുവായ ഗരുഡനെ പോലെ ശോഭിച്ചു. ഇപ്രകാരം കഥയെല്ലാം വിവരിച്ചതിനു ശേഷം പൈങ്കിളി സന്തോഷത്തോടെ വസിച്ചു. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാന്ഡം സമാപ്തം. കിഷ്കിന്ധാകാന്ഡത്തിന്റെ സമാപ്തിയോടുകൂടി ഇന്നത്തെ രാമായണ കഥ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.